ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ഇപ്രകാരമായിരുന്നു. അതായത് ഈയിടെയായി ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഹെൽപ്പ് ഈച്ച് അതർ ഹാഷ്ടാഗ് എന്ന പേരോടുകൂടിയുള്ള ചില വീഡിയോസ്, അതിൻ്റെയൊക്കെ ഒരു അവലോകനം. അതായത് ഇപ്രകാരമാണ് ആ വീഡിയോസ് എല്ലാം. വഴിയിലും റോഡരികിലുമൊക്കെ അവശരായി കിടക്കുന്ന കുറച്ച് വ്യക്തികൾ, അവരെ സഹായിക്കാനായി എത്തുന്ന മറ്റു ചില ആളുകൾ, എന്നിട്ട് ഇവരെല്ലാം സഹായിച്ചതിന് ശേഷം ആരാധകരെ നോക്കി, ഒപ്പമുള്ളവരെ നോക്കി നിങ്ങളും ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ് ഇവരങ്ങ് കടന്നു പോവുകയാണ്. എന്നിട്ട് ആ വീഡിയോയുടെ അവസാനം അയാൾ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്: ഇതുപോലുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷേ ഇതെല്ലാം അവർ ക്രിയേറ്റ് ചെയ്യുന്നത് തങ്ങളുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വ്യൂവേഴ്സും ലൈക്സും സബ്സ്ക്രൈബേഴ്സും കണ്ടൻറ്റുമൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള വെറും പ്രഹസനങ്ങളായി മാറുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമൂഹം ഇന്നും നശിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഞായറാഴ്ച നാം ധ്യാന വിഷയമാക്കി എടുക്കുന്നത് പത്രോസിൻ്റെ അമ്മായിയമ്മയെ കർത്താവ് സുഖപ്പെടുത്തുന്ന സംഭവമാണ് നാം ധ്യാനിക്കുന്നത്. അതിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്യപ്രകാരമാണ് അവർ അവനെ അവളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ രോഗികളെയും അശരണരെയും കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആരാണ് ഈ അവർ? വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളൊന്നും പറഞ്ഞു വയ്ക്കുന്നില്ല. പക്ഷേ ഇപ്രകാരം വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാമെന്ന് പുസ്തകത്തിലൊക്കെ പറഞ്ഞു വയ്ക്കുന്നു. അതൊരു പക്ഷേ ശിഷ്യന്മാരാകാം, അതൊരു പക്ഷേ ദാസന്മാരാകാം, ബന്ധുമിത്രാദികളോ സ്നേഹിതന്മാരോ ആര് വേണമെങ്കിലും ആകാം. എങ്കിലും ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഇതുപോലെ നല്ലതായി പ്രവർത്തിക്കുന്ന കുറച്ച് ഇടനിലക്കാരുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ അവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഇടനിലക്കാരായി നിൽക്കുന്ന കുറച്ച് വ്യക്തികളെ കാണാൻ സാധിക്കും. ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു അടിമ പെൺകുട്ടിയാണ്. നാമാൻ എന്ന മനുഷ്യൻ ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന ഒരു അടിമ പെൺകുട്ടി. അവൾ നാമാൻ്റെ അസുഖം മനസ്സിലാക്കുകയും തൻ്റെ യജമാനോടുള്ള സ്നേഹം മൂലം അവനെ ഏലിയ പ്രവാചകൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അതെ, അവൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവൾ സ്വതന്ത്രയാക്കപ്പെട്ടുവെന്നോ എന്നൊന്നും പിന്നീട് വിശകലനത്തിൽ നാം വായിക്കുന്നില്ല. പക്ഷേ തൻ്റെ യജമാനൻ്റെ സ്നേഹത്തിന് വേണ്ടി അവൾ അവിടെ ഇടനിലക്കാരനാകുന്നു. രണ്ടാമതായി നാം കണ്ടുമുട്ടുക മത്താത്യാസ് എന്ന മനുഷ്യനാണ്. മക്കബായരുടെ പുസ്തകത്തിലാണത്. ഒപ്പം മരിച്ചുപോയ ആൾക്കാരുടെ ആത്മശാന്തിക്ക് വേണ്ടി അയാൾ പ്രാർത്ഥിക്കുകയും അയാൾ ബലികളൊക്കെ അർപ്പിക്കുകയാണ്, അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടുവാൻ വേണ്ടി. അതെ, ചില ആളുകൾ അങ്ങനെയാണ്. തൻ്റെ സഹോദരങ്ങൾ വീണുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി ദൈവത്തിനിടയിൽ ഇടനിലക്കാരനായി നിന്ന് സഹായിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്നവർ. എന്നാൽ വേറെ ചില മനുഷ്യരുണ്ട്. അവർ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏതാണ്ട് സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി, തടസ്സങ്ങളായി, പ്രതിബന്ധങ്ങളായി നിന്നു പോകുന്നതായിട്ടും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ആദ്യമായി തന്നെ അപ്രകാരമുള്ള ഒരു മനുഷ്യനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക ജെറമ്യായുടെ പുസ്തകത്തിലെ അമാസ്യ എന്ന് പറയുന്ന പ്രവാചകനാണ്. ജെറമ്യ പ്രവാചകൻ ഇസ്രായേൽ രാജാവിൻ്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് വരാനിരിക്കുന്ന ദുരിതങ്ങളെപ്പറ്റിയും രക്ഷയെപ്പറ്റിയുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ അമാസ്യ പ്രവാചകൻ രാജാവിനും പ്രവാചകനുമിടയിൽ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി നിന്നിട്ട് അവിടെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ജെറമ്യയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊരു മനുഷ്യനെ നാം കണ്ടുമുട്ടുക എസ്തേറിൻ്റെ പുസ്തകത്തിലാണ്. ഹാമാൻ എന്നാണ് അയാളുടെ പേര്. തനിക്ക് ശത്രുത തോന്നിയ മൊർദെക്കായ് എന്ന മനുഷ്യനോടും ഇസ്രായേൽ ജനത്തെയും നശിപ്പിക്കാൻ വേണ്ടി അയാളൊരു പ്ലാനും പദ്ധതിയുമൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഒടുവിൽ അയാൾ തയ്യാറാക്കിയ പ്ലാനും പദ്ധതിയും അനുസരിച്ച് അയാൾ തന്നെ മരണപ്പെടുന്നതായി വായിക്കുന്നുണ്ട്. ഇനി ചോദ്യം എന്നോടും നിങ്ങളോടുമാണ്. ഞാനും നിങ്ങളുമൊക്കെ എപ്രകാരമാണ്? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന നല്ലവരായ ഇടനിലക്കാരനാണോ, അതോ അവർക്കിടയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണോ? ക്രിസ്ത്യാനി എന്ന പദത്തിനർത്ഥം ക്രിസ്തുവിൻ്റെ അനുയായിയാകുക എന്നതാണ്. അതിനർത്ഥം നമ്മുടെ ഒപ്പമുള്ള സഹോദരൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളുമൊക്കെ മനസ്സിലാക്കി അവനെ ചേർത്ത് നിർത്തി ദൈവത്തിങ്കിലേക്ക് നടക്കുക എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വിശുദ്ധന്മാരൊക്കെ ഈ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അവർ നിലകൊണ്ടതും അവർ പ്രാർത്ഥിച്ചതും അവർ യാചിച്ചതുമെല്ലാം ഒരിക്കലും തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ തങ്ങളുടെ ലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ല, മറിച്ച് താൻ കണ്ട വ്യക്തികൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിലകൊണ്ടതുകൊണ്ടാണ് അവരെ ദൈവം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ഓർക്കുക, 25 പവൻ സ്വർണവും 1,00,000 രൂപയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് മുൻപിൽ അത് കണ്ടുപിടിച്ച് ഒരു ഓട്ടോക്കാരൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അയാൾക്ക് ആ വർഷത്തെ ഓണക്കോടിയടിച്ചതായി നാം പത്രത്തിൽ വായിച്ചു. ബോംബെയിലെ തെരുവുകളിൽ സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം താമസിക്കാൻ കഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് സ്വന്തം ഭവനം അവർക്ക് കൊടുത്തിട്ട് മറ്റേയാൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഒടുവിൽ
അയാളുടെ നഷ്ടപ്പെട്ട ഭാര്യയും മകളെയും കണ്ടെത്താൻ ഈ കുടുംബം സഹായിച്ചതായി സോഷ്യൽ മീഡിയാസിലൂടെ നാം കണ്ടു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഒപ്പമുള്ള സഹോദരൻ്റെ ആവശ്യങ്ങളും കഷ്ടതകളും ഒക്കെ മനസ്സിലാക്കി അവർക്കിടയിൽ നാം ഒരു ഇടനിലക്കാരനാകുമ്പോൾ ഓർക്കുക, ദൈവവും നമ്മുടെ ഇടയിൽ ഒരു ഇടനിലക്കാരനായി മാറും. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു നല്ലൊരു ഇടനിലക്കാരനായി നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എന്തെന്നാൽ തുടക്കത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒരല്പം ബുദ്ധിമുട്ടേറിയതായിരിക്കും. അതുകൊണ്ടാണല്ലോ 1 പത്രോസ് 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നത്, നിങ്ങളുടെ തുടക്ക പ്രവൃത്തികളിൽ ഒരല്പം ബുദ്ധിമുട്ടേറിയതായിരിക്കാം, എന്നാൽ ഓർക്കുക, നിങ്ങളുടെ പിന്നീടുള്ള ജീവിതത്തിന് വേണ്ടി ദൈവം ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ നമ്മുടെ ഒപ്പമുള്ള സഹോദരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ബുദ്ധിമുട്ടേറിയ സമയത്തും ആവശ്യമുള്ള സമയത്തും നിങ്ങളൊരു ഇടനിലക്കാരനായി മാറുമ്പോൾ ഓർക്കുക, ദൈവവും നിങ്ങൾക്ക് വേണ്ടി ഒരു ഇടനിലക്കാരനായിട്ട് മാറും. അങ്ങനെ ദൈവത്തിന് ചേർന്ന നല്ല മനുഷ്യരായി മാറാൻ, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലുള്ള നല്ല മനുഷ്യരായി മാറാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത്, ഒരല്പം കരുണയും ഒരല്പം സ്നേഹവും ഒരല്പം പുഞ്ചിരിയും നമ്മുടെ ഒപ്പമുള്ളവന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നാമും ദൈവത്തിന് ചേർന്ന നല്ല മനുഷ്യരായി മാറുവാൻ സാധിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.